എൻ്റെ ലൈഫിൽ മറക്കാൻ പറ്റാത്ത കുറച്ച് ദിവസങ്ങളാണ് ഇപ്പോൾ ഈ കടന്നു പോയിട്ടുണ്ടായിരുന്നത്. വേറൊന്നുമല്ല, മോള് അഡ്മിറ്റായിട്ട് ഇപ്പോൾ എത്രാമത്തെ ദിവസമാണെന്ന് പ്രോപ്പറായിട്ട് എനിക്ക് ഓർമ്മയൊന്നുമില്ല. എന്തായാലും 3-4 ദിവസം അവിടെ കിടന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഏതോ ഒരു ദിവസമാണിത്. അപ്പം അവൾക്ക് വയ്യാത്തത് കൊണ്ട് തന്നെ ആളിരിക്കുന്നുമില്ല, ഫുഡും കഴിക്കുന്നില്ല, വെള്ളവും കുടിക്കുന്നില്ല. എന്നാൽ ഡോക്ടർ ഏറ്റവും കൂടുതൽ വെള്ളം കൊടുക്കാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ആൾ ഒട്ടും വെള്ളം കുടിക്കുന്നില്ലായിരുന്നു. പിന്നെ അത് കഴിഞ്ഞിട്ട് അന്ന് അഡ്മിറ്റായതിൻ്റെ അന്ന് തന്നെ വാപ്പ വന്നിട്ട് ഒരുപാട് നൈറ്റ് ലേറ്റായിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വാപ്പാക്കാണെങ്കിലും അമ്മക്കാണെങ്കിലും എല്ലാവർക്കും ടെൻഷനായിപ്പോയി. ഇപ്പം ഞാനും മോളും ഇവിടെ അഡ്മിറ്റായിപ്പോയി. ഞങ്ങൾ അഡ്മിറ്റായതിന് മുന്നേ ഉമ്മ വർക്കിൽ അഡ്മിറ്റായിപ്പോയി. ഇവളെ ഒട്ടും വയ്യാതെ ഇവളെ കൊണ്ട് നമുക്ക് അങ്ങ് വരെ പോകാൻ പറ്റില്ലല്ലോ. പിന്നെ എനിക്കും വയ്യായിരുന്നു. അതെല്ലാം പോരാഞ്ഞിട്ട് ഇക്കാക്ക് നല്ല തലവേദന ഉണ്ടായിരുന്നു. കുറച്ച് ദിവസം ഉറങ്ങിയിട്ടൊന്നും ഇല്ലായിരുന്നു. ഇവൾ രാത്രിയൊക്കെ നല്ല നിർബന്ധമാകുമ്പോൾ നമ്മൾ രണ്ടുപേരല്ലേ ഉള്ളൂ, മാറിയും തിരിഞ്ഞും എടുത്ത് ഇക്കാക്ക് ഉറക്കമൊന്നും ഇല്ലായിരുന്നു. പിന്നെ അതിനിടയിൽ ഇക്കാക്ക് ജോലി ഉണ്ടായിരുന്നു. എല്ലാം കൂടെ കൊണ്ട് കുറേ പാഠങ്ങളൊക്കെ പഠിച്ച ദിവസമായിരുന്നു. പിന്നെ വായിക്കൊന്നും ഒരു ടേസ്റ്റും ഇല്ലായിരുന്നു, ഒന്നും കഴിക്കാനും ഒന്നും തോന്നിയിട്ടില്ലായിരുന്നു. പിന്നെ പിടിച്ച് നിൽക്കണം എന്ന് പറഞ്ഞ് കഴിച്ചല്ലേ പറ്റൂ. പിന്നെ വാപ്പ വരും ദിവസങ്ങളിൽ വാപ്പ എന്നെ പിടിച്ചിരുത്തി കഴിപ്പിക്കലായിരുന്നു. പിന്നെ പൊതിച്ചോറ് മേടിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മളെ വാപ്പാമാർ നമ്മളെ ഉമ്മമാർ നമുക്ക് വേണ്ടി ഇങ്ങനെ ഓടാറുള്ളൂ, വേറെ ഒരാളും അങ്ങനെ വരത്തില്ല. അത് സത്യമാണത്. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ ഫുഡൊക്കെ ഇന്ന് കഴിച്ചിട്ടുണ്ടായിരുന്നു. എൻ്റെ ഫേസ് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ നല്ല ടയേർഡായിരുന്നു. ഞാൻ മാത്രമല്ല, ഇക്കാണെങ്കിലും വാപ്പാണെങ്കിലും നമ്മളെല്ലാവരും നല്ല ടയേർഡായിരുന്നു. പിന്നെ അതെല്ലാം കഴിഞ്ഞ് വാപ്പ ഇക്കായും പോയി ഡോക്ടറെ അടുത്തും സിസ്റ്റർമാരത്തൊക്കെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ വാപ്പ വരുമ്പോഴത്തേന് വാപ്പാടെ കൂടെ നടക്കാൻ പോകാനൊക്കെ ഇഷ്ടമാണ്. അങ്ങനെ അവളെ വാപ്പാടെ കൂടെയൊക്കെ പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അന്ന് വാപ്പ നേരത്തെ പോയിട്ടുണ്ടായിരുന്നു. ചെന്നിട്ട് ഉമ്മാടെ ഡോക്ടറിനെയും കൂടെ കാണേണ്ടതുണ്ടായിരുന്നു. ടെസ്റ്റിൻ്റെ റിസൾട്ട്